മൊബൈൽ ഡാറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നതിനായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ലാഭകരമായി ഉപയോഗിക്കുവാൻ നമ്മുടെ ആപ്ലിക്കേഷനുകളിൽ ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാ ആപ്ലിക്കേഷനുകളിലും എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം പലർക്കും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം നമുക്ക് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ താഴെയുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഡാറ്റ സേവർ എന്നുള്ളതിലേക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്ത് ഉപയോഗിക്കുന്നതിനായി സാധിക്കും. വാട്സാപ്പിൽ നോക്കാം. നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ആ 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള സെറ്റിംഗ്സ് എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ഈ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 3 സ്ഥലത്തും ഓഫ് ചെയ്തിടുക. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നുള്ളിടത്ത് നോ മീഡിയ എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്യണം. എല്ലാ ടിക്കുകളും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അപ്പം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ വാട്സാപ്പിൽ ഒന്നും തന്നെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവുകയില്ല. അപ്പോൾ വാട്സാപ്പിൽ ഇതുപോലെ ചെയ്തു വെക്കുക. പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി നമ്മുടെ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള പ്രൊഫൈൽ ഐക്കണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും താഴേക്ക് വരുമ്പോൾ ഒരു സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ നെറ്റ്വർക്ക് പ്രിഫറൻസ് നിങ്ങൾ എടുത്തതിന് ശേഷം ഇവിടെയുള്ള ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള സ്ഥലത്തേക്ക് പോവുക. ഈ ഓട്ടോ അപ്ഡേറ്റ്സ് ആപ്പ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്ത് വയ്ക്കാൻ. ഒന്നുകിൽ നിങ്ങൾക്ക് ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓവർ വൈഫൈ എന്നുള്ളതിലേക്ക് നിങ്ങൾ കൊടുത്ത് വയ്ക്കുക. ഏറ്റവും താഴെയുള്ള ഈ 2-ൽ ഏതെങ്കിലും ഒരു സെലക്ഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇത് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ഗൂഗിൾ ക്രോമിൽ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രീലോഡ് പേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പ്രീലോഡ് പേജസിൽ പോയതിനു ശേഷം നിങ്ങൾ സ്റ്റാൻഡേർഡ് പ്രീലോഡ് എന്നുള്ളതിലേക്ക് മാറ്റിയിടുക. ഇങ്ങനെ നിങ്ങൾക്ക് ഡാറ്റ ക്രോമിൽ ലാഭിക്കുവാൻ സാധിക്കും. അടുത്ത നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഫോട്ടോ സെറ്റിംഗ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഫോട്ടോ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ബാക്കപ്പിൽ പോയി നിങ്ങളുടെ ബാക്കപ്പ് ഇവിടെ ഓൺ ആയിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ താഴേക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ ഈ മൊബൈൽ ഡാറ്റ യൂസേജ് എന്നൊരു സാധനം ഉണ്ടാവും. ഈ മൊബൈൽ ഡാറ്റ യൂസേജിൽ പോയതിനു ശേഷം നോ ഡാറ്റ എന്നുള്ളതിൽ കൊടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിലും നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുന്ന ഒഴിവാക്കുകയും അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഒഴിവാക്കുകയും നിങ്ങൾക്ക് വൈഫൈ മാത്രമാവുന്ന സെറ്റിംഗ്സിലേക്ക് മാറ്റിയിടുവാൻ സാധിക്കും. അടുത്ത നമ്മൾ നോക്കുന്ന നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ആ സെറ്റിംഗ്സിൽ നിന്നും ഏറ്റവും താഴെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളതിലേക്ക് നിങ്ങൾ പോവുക. അവിടെ പോയതിനു ശേഷം മുകളിലുള്ള ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഓട്ടോ ഡൗൺലോഡ്, അതായത് സോഫ്റ്റ്വെയറിൽ ഓട്ടോ ഡൗൺലോഡ് ചെയ്യാനുള്ള സാധനം വൈഫൈ എന്നുള്ളതിലേക്ക് മാറ്റിയിടുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ അത്യാവശ്യം മൊബൈൽ ഡാറ്റ ലാഭിക്കുന്നതിന് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് നാളെ വീണ്ടും കാണാം.